മുന്നിലൂടെ നെഞ്ചു വിരിച്ച് അയാൾ നടന്നിറങ്ങി വന്നത് പലർക്കും സഹിച്ചില്ല. പറയുന്നത് ദിലീപിനെ കുറിച്ചാണ്. പല ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ദിലീപ് തെറ്റുകാരനാണ് എന്ന് കേൾക്കാനായി കാത്തിരുന്നവർക്ക് അത് കിട്ടിയില്ല എന്നുള്ളൊരു നിരാശയുമുണ്ട്. അതാണ് ഇന്നലത്തെ അന്തിച്ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടത്. അതായത് ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ അടക്കം ജഡ്ജിമാരാകുന്നു. സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട്, അരുൺകുമാർ, ജിമ്മി ജെയിംസ്, നികേഷ് കുമാർ ഇവരൊക്കെ ജഡ്ജിമാരാവുകയാണ്. അതായത് ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഇവരൊക്കെ ഇന്നലെ ചാനലുകളിലിരുന്ന് സ്വയം ജഡ്ജിമാരായി നടത്തിയത്. പൾസർ സുനിക്ക് ശിക്ഷ കിട്ടിയത് ഇവരുടെ പ്രശ്നമേ അല്ല. പൾസർ സുനിയെ വെറുതെ വിട്ടാലും ഇവരെ ബാധിക്കുന്ന വിഷയമല്ലാതെ. പക്ഷെ ദിലീപിനെ എന്തുകൊണ്ടാ തൂക്കിക്കൊന്നില്ല എന്നുള്ള ചോദ്യം പറയാതെ പറയുകയാണ് ഓരോ ചാനൽ ജഡ്ജിമാരും. ഇവരൊക്കെ ചാനൽ ജഡ്ജിമാരായാൽ കോടതിക്ക് എന്താണ് വില? അല്ല, കോടതിക്ക് വിലയില്ല എന്നുള്ളത് തെളിഞ്ഞു കളഞ്ഞു. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിനു എം ജോണാണ്. വിനു വി ജോൺ. അതെ, സോറി, മറ്റേത് എം കുര്യാക്കോ എന്ന് പറയുന്നത് ഹണി കുര്യാക്കോസ്. ക്ഷമിക്കണം, അതൊരു തെറ്റാണ്. എന്തായാലും ഇവരോട് കൂടെ പേര് പറയുന്നുള്ള പേടി കൊണ്ട് അങ്ങനെ തെറ്റിപ്പോവുകയാണ് കേട്ടോ. ഞാനത് ടെൻഷനാണ്. കാരണം ചീഫ് ജസ്റ്റിസ്, നമ്മുടെ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസിനെ പറഞ്ഞാൽ കുഴപ്പമില്ല, ജഡ്ജിയെ ശംഭു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ വിനു എം ജോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ തന്നെ കീടിനെ പേടിയാവും. കാരണം ഈ രാജ്യത്തെ ജഡ്ജിമാരെ തിരുത്തുന്ന, സുപ്രീം കോടതിയെ തിരുത്തുന്ന മഹാനുഭാവനാണ് ഈ അദ്ദേഹം. അദ്ദേഹത്തെ മാത്രമോ, അദ്ദേഹം ചീഫ് ജസ്റ്റിസായി ഇരുന്നു കൊണ്ട് അവിടെ മാത്യു സി ജോസഫ് അല്ലേ, അങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹമുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവരൊക്കെയാണ് അദ്ദേഹം. ഇനി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ, ജഡ്ജി ആയിക്കൊണ്ട് അവരെല്ലാം കൂടെ ഒരു പാനലാണ്, ജഡ്ജിമാരുടെ പാനൽ. പാവം ദിലീപിന് വേണ്ടി അവിടെ വന്നിട്ട് ഒരു സിനിമാ നടനൊന്ന് സംസാരിച്ചു പോയി, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സിനിമാ നടനായിട്ട് പരിഹസിച്ച് അദ്ദേഹത്തിനെ അപമാനിച്ച് വിട്ടു. അപ്പോൾ അവർ വിധി കൽപ്പിച്ചു. അതായത് ദിലീപ് കുറ്റവാളി, ക്രിമിനൽ ഗൂഢാലോചന നടത്തിയവൻ, ഇതെല്ലാം വിധിച്ച് അവർ ഇന്നലെ തീർപ്പാക്കി കഴിഞ്ഞു. ഇനി പിന്നെ ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എനിക്കറിഞ്ഞുകൂടാ. ഇവരെല്ലാം തീരുമാനിച്ചുകൊള്ളുന്നേ. അതുപോലെ തന്നെ സകലമാനത ചാനലുകളെയും സുപ്രീം കോടതി ബെഞ്ചുകളുണ്ട്, അവർ തീരുമാനിക്കും. നമ്മുടെ ഈ ശരീഅത്ത് കോടതി എന്ന് പറയുന്ന പോലല്ല, ഇതാണ് ശരി, ഇതിനപ്പുറം ഒരു ശരിയില്ല. അത് അവരുടെ ബോധ്യങ്ങൾ. ആ ബോധ്യങ്ങൾ വെച്ചിട്ട് കോടതികൾ വേണമെങ്കിൽ തിരുത്തിക്കോണം, ചാനലുകൾ തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഈ കേസിൽ എന്താ തന്നെ സംഭവിച്ചത്? ഞാനപ്പോൾ നോക്കി ഇതെന്താ സംഭവിച്ചത്. വിധി വരില്ല, വിധി പ്രസ്താവം വരുന്നത് 12-ാം തീയതിയേ വരുന്നുള്ളൂ, നമുക്ക് വായിക്കാൻ തൽക്കാലം മാർഗമില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഈ 6 പ്രതികളെ കുറ്റവാളികളാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതോ ഒരാളുടെ രക്തത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു ഈ നീതിബോധത്തിന് പിന്നിലെന്ന്. ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നു. ഇത് കഴിഞ്ഞ ശേഷം പ്രതി പോയത് സിനിമയിലെ തന്നെ താരമായിട്ടുള്ള ലാലിൻ്റെ വീട്ടിലേക്കാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ലാൽ സമ്മതിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചില സൂചനകൾ, ഈ ഡ്രൈവറുടെ ചില ആംഗ്യങ്ങളിൽ നിന്നും കിട്ടിയ സൂചനകൾ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് കിട്ടിയ സൂചനകൾ വെച്ച് ആരാധ്യനായ ആരാധ്യനായ MLA PT തോമസ് എന്ന് പറയുന്ന, വോട്ട് നോക്കാതെ വസ്തുനിഷ്ഠമായി രാഷ്ട്രീയം പറയുന്ന PT തോമസ് ഇവനെ സംശയിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇതിൽ 1-ാം പ്രതിയായിട്ട് തന്നെ ഉണ്ട്. നടിയെ വഴി തെറ്റിച്ചു കൊണ്ടുപോയിട്ട് ഈ വേട്ടയാടലിന് വഴിയൊരുക്കി കൊടുത്ത ആളെന്ന് പ്രതിക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ ശിക്ഷിക്കും, തീർച്ചയായിട്ടും ശിക്ഷിക്കും. വെറുതെ വിട്ടിട്ടില്ല, തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടില്ല. 6 പേർക്കെതിരെ വ്യക്തവും അതുപോലെ തന്നെ സൂക്ഷ്മവുമായ തെളിവുകളുണ്ട്. അതെല്ലാം പരിശോധിച്ച് അവർക്ക് എന്താണ് ശിക്ഷ. ക്രിമിനലുകളാണെന്നേ, കൊടും ക്രിമിനലുകളാണ്. പൾസർ സുനി ഉൾപ്പെടെ അവരെയൊന്നും ഭയക്കാതെ അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണി എം വർഗീസ് എന്ന് പറയുന്ന ആ ജഡ്ജി. ആ ജഡ്ജിയെയാണ് ഇവർ അപഹസിച്ചു കൊണ്ടിരിക്കുന്നത്. അവരവരുടെ തൊഴിൽ ചെയ്തു. വിനു വി ജോൺ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വിനു വി ജോൺ
എന്ന് പറയുന്ന ആൾ തൊഴിൽ ചെയ്യുന്നത് പോലെ മാന്യമായിട്ട് അവരവരുടെ തൊഴിൽ ചെയ്യുന്നു. കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രോസിക്യൂഷൻ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കേട്ട ശേഷം തീർപ്പിലെത്തുന്നു. അവരവരുടെ തൊഴിൽ ചെയ്യുന്നതിനെ അതിനെ ചോദ്യം ചെയ്യും. അവരൊരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീ, ഒരു അതിജീവിതയുടെ പേരിലാണ് ഇവരെല്ലാം ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. എന്തേ പ്രിൻസിപ്പൽ ജഡ്ജിന് ഈ രാജ്യത്ത് നീതി വേണ്ടേ? അവർ മറ്റുള്ളവർക്ക് നീതി കൊടുക്കുമ്പോൾ അവർക്കൊരു നീതി വേണ്ടേ? അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശമില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ വാദിക്കേണ്ട കാര്യമില്ല. നിധി രാജ്യത്തെ നീതി. ഞാൻ പറയുന്നത് ഹണി വർഗീസ് ബഹുമാനിയായ ജഡ്ജി അവർ കോടതി ലക്ഷ്യത്തിന് ഇവർക്കെതിരെ കേസ് എടുക്കണം. കാരണം ഇവരാരും നിൽക്കുന്നത് ഇരയോടൊപ്പം അല്ല, അതിജീവിതയോടൊപ്പം അല്ല. ഈ ചാനലുകളിലെ ഈ ജഡ്ജിമാരും നിൽക്കുന്നത് ഇവരുടെ ലക്ഷ്യം ദിലീപ് മാത്രമാണ്. ദിലീപിനെ ശിക്ഷിക്കണം. ദിലീപിനെ ശിക്ഷിച്ചാൽ ഇവർക്കൊക്കെ റേറ്റിംഗ് ആയി, ഇവരുടെയൊക്കെ പക തീർന്നു. ദിലീപാണ് ഇവരുടെയൊക്കെ വ്യക്തിപരമായ ഒരു പക ദിലീപിനോട് കുറെ ചാനലുകളെ ആളുകൾക്കുണ്ട്. ഇവരാരും ഇരയോടൊപ്പം അല്ല നിൽക്കുന്നത്. സാറത് ഇന്നലത്തെ ന്യൂസ് അവർ മാത്രമല്ല, ഇന്നലത്തെ എല്ലാ ചാനൽ ചർച്ചകളും ശ്രദ്ധിച്ചാൽ സാറിനത് മനസ്സിലാകും. അവളോടൊപ്പമല്ല, ഇരയോടൊപ്പമല്ല, അതിജീവിതയോടൊപ്പം ഒന്നുമല്ല ഇവർ നിൽക്കുന്നത്. ഇവർ രാഹുൽ മാങ്കൂട്ട വിഷയത്തിലാണെങ്കിലും ഇവർ നിൽക്കുന്നത് ഇരയോടൊപ്പമല്ല. ഇവർക്ക് റേറ്റിംഗ് വേണം. രാഹുൽ മാങ്കൂട്ടത്തെ ജാമ്യം നിഷേധിച്ചാൽ കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടവുമായി കറങ്ങാം. ആ വിഷയം വെച്ച് ഇവർക്ക് കളിക്കാം. ദിലീപിൻ എന്ന് പറയുന്നത് ഒരു ജനപ്രിയ നായകനാണ്. പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മലയാളികൾ അറിയപ്പെടുന്ന ഒരാളാണ്. അയാൾക്കൊരു ശിക്ഷ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ വീടിന് മുകളിൽ കൂടി അയാളുടെ സ്വകാര്യത പോലും മാനിക്കാതെ ഡ്രോണ് പറത്തുന്നു. അയാളുടെ ഭാര്യയെ മകളോടൊപ്പം ഈ സന്തോഷം പങ്കിടുന്നത്. 8 വർഷം ഒരു മനുഷ്യനെ കീറി മുറിച്ച് അയാളുടെ രക്തം ഊറ്റി കുടിച്ച രക്തരക്ഷസുകളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളല്ല, മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അവർ അയാളെ വെറുതെ വിട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അയാളുടെ രക്തം ഇനിയും കുടിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവരുടെ വിഷയം. വേറെ ചില കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഈ അവതാരങ്ങൾ പറയുകയാണ് കോടതി ഒരു പക്ഷത്തും അതുപോലെ സമൂഹം വേറൊരു പക്ഷത്തുമാണെന്ന്. എന്താ ഈ ചാനലുകളെല്ലാം കൂടെ ചേരുന്നതാണോ കേരളത്തിൻ്റെ സമൂഹം എന്ന് പറയുന്നത്? നമ്മളാരും ഒന്നും അല്ലേ, ഈ രാജ്യത്തെ സമൂഹത്തിൻ്റെ ഭാഗങ്ങളല്ലേ? എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധി കടമെടുത്ത് ചിന്തിക്കുന്നവരല്ല ഞങ്ങളുടെ ബുദ്ധി ഞങ്ങളുടെ ചിന്തയുമാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. വിനു വി ജോണിൻ്റെ ബുദ്ധി കടമെടുത്ത് ചിന്തിക്കുന്നവരും വാക്കുകൾ പറയുന്നവരുമല്ല ഞങ്ങൾ. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ അഹങ്കാരം പറയുന്നത്? ഇവർക്ക് താല്പര്യമില്ലാത്ത ഒരാളെ കോടതി വെറുതെ വിട്ടു, അതും അയാൾ 8ാം പ്രതിയാണ് ഈ കേസിലെ. അയാളെ വെറുതെ വിട്ടത് കൊണ്ട് കോടതി നടപടികൾ ശരിയല്ല. കോടതി പിന്നെ ഒരു വാക്കുണ്ട് സാർ, രണ്ട് പക്ഷത്ത് നിന്ന് ഒരു പക്ഷപാതം കാണിച്ചു. അതാണ് വാക്ക്. കോടതി പക്ഷപാതം കാണിച്ചു. ഈ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ: ഈ കൊട്ടേഷൻ കൊടുത്തതാര്? ഈ മെമ്മറി, പിന്നെ ഈ നടിയെ പീഡിപ്പിച്ച കേസിലെ മെമ്മറി കാർഡ് 3 തവണ കണ്ടു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയ കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ മെമ്മറി കാർഡ് കണ്ടതിന്റെ, അതിജീവിതയെ മാനസികമായി തകർത്ത ആ മെമ്മറി കാർഡ് കണ്ടതിനെ കുറിച്ച് ഇതൊക്കെ കോടതി പരിശോധിച്ചിട്ടാണ് അതിൻ്റെ അകത്തിരുന്ന് കോടതി വിധി പ്രസ്താവിച്ചത്. അല്ലാതെ കോടതിക്ക് ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടല്ല. തന്നെയാ ഒരു ജഡ്ജ്മെന്റ് വരട്ടെ. ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പേ കയറി അങ്ങ് അഭിപ്രായം വരാം. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക. ജഡ്ജ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. അതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഫെയർ ക്രിറ്റിസിസം ആകാം, അത് അംഗീകൃതമാണ്, ഒരു കുഴപ്പമില്ല. അത് വരുന്നതിന് മുമ്പ് ജഡ്ജിയെ അപഹസിക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ വാസ്തവത്തിൽ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പോലെ തെറ്റാണ് മാധ്യമ വിചാരണ എന്ന് പറയുന്നത്. കോടതി പലതവണ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തെറ്റാണ്. രണ്ടും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിക്കും ജഡ്ജ്മെൻറ്റ് പഠിച്ച ശേഷം വേണം പറയാൻ. പക്വതയില്ലാത്ത അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, സതീശൻ്റെ ബോധ്യമെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതുപോലെ പുറത്താക്കാനുള്ള നിങ്ങളുടെ വിധി ഈ രാജ്യത്തോട് പങ്കിടാനും ഇവിടെ കോടതിയാണുള്ളത്, അല്ല ചാനലുകളുടെ സ്റ്റുഡിയോകളല്ല ഉള്ളത്. അത് ശരിയായിട്ടുള്ള ബോധ്യം വേണം. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെല്ലാം കൂടി വാദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, ആർക്കെതിരായിട്ടാണ്? ദിലീപിന്. ദിലീപ് എന്താ ചെയ്തത്? ദിലീപ് വാസ്തവത്തിൽ ഇതിൻ്റെ സൂത്രധാരനായിരുന്നു ഒരു തെളിവുമില്ല. പക്ഷേ ദിലീപിൻ്റെ വരവോടുകൂടി ഈ സിനിമയുടെ സകലമാന മേഖലകളിലും സംവിധാനം, നിർമ്മാണം, അതുപോലെ തന്നെ പ്രദർശനം, വിതരണം
എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു അരയാലുപോലെ ഇങ്ങനെ വിടർന്ന് വികസിച്ച് ശാഖ പ്രശാഖകളോടുകൂടി നിന്നപ്പോൾ തകർന്നു പോയത് ആരുടെ അഹങ്കാരമാണ്? സാക്ഷാൽ എമ്പുരാൻ്റെ അഹങ്കാരമാണ് തീർന്നത്. താനിവിടെ എന്തെങ്കിലുമൊക്കെ നടത്തിക്കളയുമെന്ന് പറഞ്ഞ എമ്പുരാൻ. അതുപോലെ തന്നെ അമ്മയിൽ ഇദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചതാരായിരുന്നു? പൃഥ്വിരാജായിരുന്നു. ഓർമ്മയുണ്ടോ? അവിടുത്തെ സ്ത്രീകൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ദിലീപിനെ കുറിച്ച്. പക്ഷേ ആ പൃഥ്വിരാജ് എൻ്റെ ഭാവി അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതാക്കിയ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന പണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കെന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അദ്ദേഹം വളരുന്നതിനെതിരെ. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ സിനിമ എമ്പുരാൻ, അതിൻ്റെ ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ജോർജ് സൊറാസിനെ പോലെയുള്ള വിദേശ നിഗൂഢ ശക്തികളിൽ നിന്നാണെന്നുള്ളത് നാട് നീളെ ചർച്ച ചെയ്ത കാര്യമല്ലേ? ഇവരാരെങ്കിലും ചർച്ച ചെയ്തോ? ഈ ചാനൽ കോടതികൾ ചർച്ച ചെയ്തോ ഇത്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ ദിലീപിനെ ഈ മലയാളത്തിലെ സിനിമാ രംഗത്തു നിന്ന് നിഷ്കാസിതനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം ജോർജ് സൊറോസിൻ്റെ ഒക്കെ കള്ളപ്പണത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇരയാവുകയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. തന്നെയല്ല, ദിലീപ് തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി ഒരു തെളിവുമില്ല പരസ്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ അവർക്ക് പോരാ, ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചാൽ പോരാ, ഇതിൻ്റെ പിന്നിൽ ഒരാളിനെ, ഒരു വിഗ്രഹത്തെ കൂടി കണ്ടെത്തിയെങ്കിലേ മതിയാവും. ഒരു തെളിവുമില്ലാതെ ആദ്യത്തെ ആരോപണം ഉയർത്തത് മഞ്ജു വാര്യരുടെ. അതാണ് ദിലീപ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അവരുടെ മുൻ ഭർത്താവാണല്ലോ അദ്ദേഹം, അറിയാമല്ലോ. അവിടെ നിന്നാണ് തീർത്തത്. അപ്പോൾ ഇതാരും മോശക്കാരല്ല. ഈ ഗൂഢാലോചനയിൽ സിനിമയിലെ തന്നെ പലർക്കും പങ്കുണ്ട്. ആ പങ്ക് അവർക്ക് കിട്ടിയ ആ പണത്തിൻ്റെ ഒരു വിഹിതം ഈ ചാനലുകാർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു തെളിവുമില്ലാതെ കോടതിയുടെ വിധി വന്നിട്ടും അതിനെതിരെ വാദിച്ചുകൊണ്ട് രംഗത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ദണ്ണമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിധി വന്ന ശേഷം അപ്പീലിന് പോവുക. നിങ്ങളുടെ വകയായിട്ടും പോവുക അപ്പീലിന്. അത് പോകാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ ജഡ്ജിയെ, നമ്മുടെ അഭിമാനമായ സ്ത്രീ ശക്തിയുടെ അഭിമാനമായ ഒരു ജഡ്ജിയെ അവരങ്ങനെയാണെന്നും പറഞ്ഞ് അവരിങ്ങനെയാണെന്നും പറഞ്ഞ് പരദൂഷണം പറയുന്നുണ്ടല്ലോ. ഒരുതരം തെമ്മാടികൾ കാണിക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങളുടെ തൊഴിലിനെ ഞങ്ങളും അങ്ങനെ ആണെങ്കിൽ ചോദ്യം ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിരിക്കുന്ന ഒരു ജഡ്ജിയെ അതിൻ്റെ എന്താ നിങ്ങൾ പറയൂ? അവർ വന്നത് എന്താ? വെള്ളപ്പൊക്കത്തിൽ വന്നതാണോ? നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പിലൂടെ വന്നതല്ലേ? അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനും അവരുടെ നിരീക്ഷണങ്ങൾ നടത്താനുള്ള കസേരയിലാണ് അവരിയ്ക്കുന്നത്. എന്താ കുഴപ്പം? നിങ്ങൾ നിങ്ങളുടെ കസേരയിലിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് അത്തിരി മാന്യത വേണം. അവരെന്തോ തെറ്റ് ചെയ്തു, അവരെ 2-3 തവണ മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്താ? ഈ രാമൻപിള്ള ഈ നീതിന്യായത്തെക്കുറിച്ചൊന്നും അറിയാത്ത കള്ളനാണോ അദ്ദേഹം? രാമൻപിള്ളയല്ലേ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞത്? ഇത് ദിലീപിൻ്റെ ഗൂഢാലോചന, നിങ്ങളെല്ലാം കൂടെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് ഇതിനുള്ളത്. അതാണ് ഇനി തെളിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.